നിങ്ങൾ എഴുതി വെച്ചോ, എടോ ഒരാളെ 4 പേരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്തിയാൽ 40 പേരുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെയും നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ 4 പേരുടെ മുമ്പിൽ ഒരാണാകട്ടെ, പെണ്ണാകട്ടെ, കുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, കൊലപാതകയാകട്ടെ, അവൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിങ്ങൾ 4 പേരുടെ മുമ്പിൽ അവൻ തൗബ ചെയ്ത് നന്നായി 4 പേരുടെ മുമ്പിൽ നീ അവനെ നാണം കെടുത്തിയ അവൻ അല്ലാഹു പുറത്തു കൊടുക്കും. നീ ഓർത്തിരുന്നോ, നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അള്ളാഹു അത് നാട്ടുകാരെ അറിയിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, ഭയക്കണം. നിസ്സാര കാര്യമല്ല. നീ ആരും അറിയാതെ രഹസ്യമായി വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് പരസ്യമാക്കും അല്ലാഹ്, അത് നാട്ടുകാരെ അറിയിക്കുമല്ല. കാരണം നീ ഒരു മനുഷ്യന്റെ കണ്ണ് നനയിച്ചവനാ, ഒരാളെ നാണം കെടുത്തിയവനാ. അത് അത്രയ്ക്കും വലിയ പാപവാ, ചെറുതൊന്നുമല്ല. അത് ചെറുതൊന്നുമല്ല. നമുക്കത് ചെറുതായി പോയി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാ, ഇറച്ചി തിന്നാനൊരു സുഖവാ. കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ചയിറച്ചി തിന്നുന്നത് വല്ലാത്ത ഒരു രസമാ. അവിടെ ഇവിടെയും കൂടിയിരുന്നിട്ട് ഇങ്ങനെ പറയും പടച്ചോന്. ചില വാപ്പാമാര് നിസ്കാരം കഴിഞ്ഞു, വാപ്പാനെ കാണുമ്പോ വലിയ സങ്കടവാ. വേച്ച് പള്ളി വരും, കമ്പം കുത്തിയാ വാപ്പ വരുന്നേ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അസർ കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ടിരുന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങും. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും. കല്യാണം